നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കുകയാണ്. ഏവർക്കും സ്വാഗതം. നിയമസഭാ തിരഞ്ഞെടുപ്പിനൊരുങ്ങി പാർട്ടികൾ. തിരുവനന്തപുരം ജില്ലയിലെ 10 നിയമസഭാ മണ്ഡലങ്ങളിൽ 9ഇടത്തും സിറ്റിംഗ് MLA-മാരെ മത്സരിപ്പിക്കാൻ CPM നേതൃതലത്തിൽ ധാരണ. വർക്കല MLA കൂടിയായ ജില്ലാ സെക്രട്ടറി വി ജോയി വീണ്ടും മത്സരിക്കണോ എന്ന കാര്യത്തിൽ പാർട്ടിയിൽ ഭിന്നാഭിപ്രായമാണുള്ളത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ഇന്ന് ചേരുന്ന ജില്ലാ സെക്രട്ടറി ഇക്കാര്യം ചർച്ച ചെയ്യും. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ജില്ലയിൽ മത്സരിച്ച 10 സീറ്റുകളിലും CPM സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. ജനാധിപത്യ കേരള കോൺഗ്രസ് കഴിഞ്ഞ തവണ ജയിച്ച തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് CPM ഏറ്റെടുത്തേക്കും. തൊണ്ടിമുതൽ കേസിൽ ആന്റണി രാജു അയോഗ്യനായ സാഹചര്യത്തിലാണിത്. ജനതാദൾ മത്സരിച്ച കോവളം സീറ്റ് ഏറ്റെടുക്കണമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തം. അതേസമയം സംസ്ഥാനത്ത് PSC പരീക്ഷകൾക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി 4 വർഷം കൂടി കൂട്ടി. ജനറൽ വിഭാഗത്തിലുള്ളവർക്ക് 40 വയസ്സ് വരെ അപേക്ഷിക്കാം. വയസ്സിളവുള്ള മറ്റ് വിഭാഗങ്ങൾക്കും തുല്യമായി പ്രായപരിധി കൂടും. നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കെയാണ് സുപ്രധാന തീരുമാനം ക്യാബിനറ്റ് എടുത്തത്. LD-ക്കാർക്ക് പോലുള്ള തസ്തികകളിൽ PSC പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധിയാണ് 4 വർഷം കൂട്ടിയത്. നിലവിൽ ജനറൽ വിഭാഗത്തിന് 36 വയസ്സാണ്. ഇനി 40 വയസ്സ് വരെ അപേക്ഷിക്കാം. ഈഴവ മുസ്ലിം ഉൾപ്പെടുന്ന OBC-ക്ക് ഇപ്പോൾ 39 വയസ്സ് വരെയാണുള്ളത്. ഇത് 43 ആകും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 45 വയസ്സ് വരെ അപേക്ഷിക്കാം. നിലവിൽ ഇത് 41 ആണ്. PSC ഏജ് ഓവർ കൂട്ടായ്മ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. ഉദ്യോഗാർത്ഥികൾ സർക്കാരിന് നിവേദനം നൽകിയിരുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചിരുന്നു. പങ്കാളിത്ത പെൻഷൻ പദ്ധതി 2013 നിലവിൽ വന്നപ്പോൾ വിരമിക്കൽ പ്രായം 60 ആക്കിയത് ചൂണ്ടിക്കാട്ടിയാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ വാങ്ങുന്നവരുടെ വിരമിക്കൽ പ്രായം 56 ആക്കിയപ്പോഴാണ് ജനറൽ വിഭാഗത്തിന് അപേക്ഷിക്കാനുള്ള പ്രായപരിധി 35-ൽ നിന്ന് 36 ആക്കിയത്. തൊഴിലില്ലായ്മയും സാമ്പത്തിക സാഹചര്യങ്ങളും ചൂണ്ടിക്കാട്ടി മറ്റ് സംസ്ഥാനങ്ങൾ അപേക്ഷിക്കാനുള്ള പ്രായപരിധി കൂട്ടിയിരുന്നു. തെലങ്കാനയിൽ 46-ഉം ആന്ധ്രയിൽ 42-ഉമാണ് സർക്കാർ ജോലിക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി. റിക്രൂട്ട്മെന്റ് വൈകുന്നതിനാൽ കർണാടകയിലും അടുത്തിടെ അപേക്ഷിക്കാനുള്ള പ്രായപരിധി 40 വയസ്സാക്കിയിരുന്നു. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രായപരിധി കടന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു അവസരം കൂടി നൽകുകയാണ്. ഒരു തസ്തികയിലേക്ക് കൂടുതൽ പേർ പരീക്ഷയ്ക്കെത്തും. വീടുകളുടെ സാമ്പത്തിക സുരക്ഷയ്ക്ക് സമഗ്ര ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിയുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ കാരണം വാസസ്ഥലങ്ങൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങളിൽ നിന്ന് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സംസ്ഥാനത്ത് സമഗ്ര ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിക്ക് ക്യാബിനറ്റ് തത്വത്തിൽ അംഗീകാരം നൽകി. ആവർത്തിച്ച് സംഭവിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട അടിയന്തര രക്ഷാപ്രവർത്തനം, സഹായം, പുനരധിവാസം, പുനർനിർമ്മാണം എന്നിവയ്ക്കായി വലിയ തുക നിരന്തരം ചെലവാക്കേണ്ടി വരുന്നത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തിന് അനുയോജ്യമായൊരു റിസ്ക് ട്രാൻസ്ഫർ മെക്കാനിസം രൂപപ്പെടുത്തുന്നതിന് പഠനം നടത്താൻ ആസൂത്രണ ബോർഡ് അംഗമായ രവിരാമന്റെ നേതൃത്വത്തിൽ കമ്മിറ്റിയെ സർക്കാർ ചുമതലപ്പെടുത്തി. ദുരന്തങ്ങൾ മൂലമുണ്ടാകുന്ന ബാധ്യതകൾ ഏറ്റെടുക്കുന്നതിനായി ക്ലൈമറ്റ് റിസ്ക് ഇൻഷുറൻസ് മാതൃകയിൽ ഒരു നൂതന റിസ്ക് ട്രാൻസ്ഫർ മെക്കാനിസം നടപ്പിലാക്കുന്നതിന് കമ്മിറ്റി ശുപാർശ ചെയ്തു. അതോടൊപ്പം നാഗാലാൻഡ് മാതൃകയിൽ ഒരു പാരാമെട്രിക് ഇൻഷുറൻസ് സംവിധാനം ആവിഷ്കരിക്കുന്നതിനും കമ്മിറ്റി ശുപാർശ ചെയ്തു. ഇത് സംബന്ധിച്ച് റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിന്റെ നേതൃത്വത്തിൽ തുടർ പഠനം നടത്തി. ഇവയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന നിർദ്ദേശങ്ങൾക്കാണ് സർക്കാർ ഇപ്പോൾ തത്വത്തിൽ അംഗീകാരം നൽകിയിട്ടുള്ളത്. പാരാമെട്രിക് ഇൻഷുറൻസ്, ഇൻറ്റിമറ്റി ഇൻഷുറൻസ്, അതായത് BPL വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് മാത്രം നൽകുന്നത് എന്നീ പരസ്പര പൂരകമായ ഇൻഷുറൻസ് മാതൃകകൾ ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് ഒരു സമഗ്ര ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുന്നതിനാണ് തത്വത്തിൽ അംഗീകാരമുള്ളത്. പദ്ധതിയുടെ രൂപരേഖ താഴെ പറയുവിധമാണ്. നിശ്ചിത പ്രദേശത്തെ നിർണ്ണയിക്കപ്പെട്ട തോതിനേക്കാൾ ഉയർന്ന ദുരന്ത പ്രതിഭാസങ്ങൾ, അതായത് മഴ, വെള്ളപ്പൊക്കം, കാറ്റിന്റെ വേഗം മുതലായവ ഉണ്ടായാൽ സംസ്ഥാനത്തിന് ഉടൻ നഷ്ടപരിഹാരം കിട്ടും. ഓരോ വീടിനും ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ പ്രത്യേകമായി വിലയിരുത്തേണ്ടതില്ല. പണം ആദ്യം സർക്കാരിന് കിട്ടും. അത് നിർണ്ണയിക്കപ്പെട്ട SOP പ്രകാരം ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ഉപയോഗിക്കും. കവറേജ്: സംസ്ഥാനം 1 ദശാബ്ദമായി പ്രകൃതി ദുരിതാശ്വാസത്തിന് മുടക്കിയ ആകെ തുകയുടെ ശരാശരി. ഇൻഷുറൻസ് കാലാവധി 5 വർഷത്തേക്ക്. പ്രീമിയം: മൊത്തം കവറേജിന് 3% മുതൽ 8%. ഇൻഡെനിറ്റി ഇൻഷുറൻസ്, അതായത് നിശ്ചിത പ്രദേശത്തെ നിർണ്ണയിക്കപ്പെട്ട തോതിനേക്കാൾ ഉയർന്ന ദുരന്ത പ്രതിഭാസങ്ങൾ, അതായത് മഴ, വെള്ളപ്പൊക്കം, കാറ്റിന്റെ വേഗം മുതലായവ ഉണ്ടായാൽ ആ പ്രദേശത്തെ BPL കുടുംബങ്ങളുടെ വീടുടമയ്ക്ക് നഷ്ടപരിഹാരം കിട്ടും. വീടിന്റെ നിലവിലെ അവസ്ഥ, അതായത് തറ, വിസ്തീർണം, നിർമ്മാണ രീതി, കാലപ്പഴക്കം, മതിപ്പ്, വില തുടങ്ങിയവ. ഗൃഹോപകരണങ്ങൾ, കുടുംബാംഗങ്ങളുടെ എണ്ണം തുടങ്ങിയ വിവരങ്ങൾ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ശേഖരിക്കുകയും കമ്പനി ആവശ്യമെങ്കിൽ റാൻഡം പരിശോധന നടത്തി ബോധ്യപ്പെടുകയും ചെയ്യുന്നു. വീടിനുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ, ഗൃഹോപകരണങ്ങൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ, അറ്റകുറ്റപ്പണി പൂർത്തിയാകും വരെ വാടക സഹായം എന്നിവ ഉൾപ്പെടെ യഥാർത്ഥ നഷ്ടം പരിഹരിക്കും. ഒരു വീടിന് ഇൻഷുറൻസ് പരിരക്ഷ 10 ലക്ഷം രൂപ വരെ.
പരിരക്ഷ 10 ലക്ഷത്തിൽ നിന്ന് വർദ്ധിക്കുമ്പോൾ ആനുപാതികമായ വർധനവ് പ്രീമിയം തുകയിലുണ്ടാകും. ദുരന്ത ഇൻഷുറൻസ് കമ്പനി സർവേയും സർക്കാർ സ്ഥിരീകരണവും നടത്തിയ ശേഷം നേരിട്ട് വീട്ടുടമയ്ക്ക് നഷ്ടപരിഹാര തുക കിട്ടും. അതേസമയം ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് തത്വത്തിൽ അംഗീകരിച്ചു. റിപ്പോർട്ട് ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഇതിനകം തീരുമാനം കൈക്കൊണ്ട ശുപാർശകൾക്ക് പുറമെ 32 എണ്ണത്തിൽ കൂടി മന്ത്രിസഭായോഗം തീരുമാനമെടുത്തു. 1947 മുൻപ് ലത്തീൻ കത്തോലിക്ക വിശ്വാസികളായി ചേർന്നവർക്കും അവരുടെ പിൻതലമുറക്കാർക്കും മാത്രമേ ലത്തീൻ കത്തോലിക്ക സമുദായ സർട്ടിഫിക്കറ്റ് കിട്ടാൻ അർഹതയുള്ളൂ എന്ന നിബന്ധന അശാസ്ത്രീയമായതിനാൽ ബന്ധപ്പെട്ട ബിഷപ്പുമാർ നൽകുന്ന സർട്ടിഫിക്കറ്റ് റവന്യൂ അധികാരികളുടെ അന്വേഷണത്തിന് സഹായകരമായ രേഖയായി പരിഗണിച്ചുകൊണ്ട് വില്ലേജ് ഓഫീസർ നടത്തുന്ന പ്രാദേശിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ജാതി സമുദായ സർട്ടിഫിക്കറ്റ് അനുവദിക്കാമെന്നും 1947 വർഷം ജാതി സമുദായ സർട്ടിഫിക്കറ്റ് നൽകുന്നതിനുള്ള മാനദണ്ഡമായി പരിഗണിക്കേണ്ടതില്ല എന്നും തീരുമാനിച്ചിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ 1600 രൂപയിൽ നിന്ന് 2000 രൂപയാക്കി വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ ഗവൺമെന്റ് ഗ്രാൻഡായി ഓർഫനേജുകൾക്കും അന്തേവാസികൾക്കും നൽകി വന്ന തുക ആനുപാതികമായി വർദ്ധിപ്പിച്ച് 1100 രൂപയിൽ നിന്ന് 1375 രൂപയിലേക്ക് ഉയർത്തി. OEC ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിനാൽ ജാതി അടിസ്ഥാനത്തിൽ കിട്ടുന്ന സ്റ്റൈപൻഡ് ലംസം ഗ്രാന്റ് സ്കോളർഷിപ്പ് അല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കും. ഭാവിയിൽ ആരംഭിക്കുന്ന സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനും മതാധിഷ്ഠിത പേര് നൽകാൻ പാടില്ല. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്, ബാങ്കിംഗ് സർവീസ് കമ്മീഷൻ എന്നീ ഏജൻസികൾ നടത്തുന്ന മത്സര പരീക്ഷകൾക്കും വിവിധ കോഴ്സുകൾക്കുള്ള പ്രവേശന പരീക്ഷകൾ മുതലായവയ്ക്ക് സൗജന്യ പരിശീലനം നൽകുന്ന ട്രെയിനിങ് സെന്ററുകളുണ്ട്. ധാരാളം കുടിയേറ്റ കർഷകരുള്ള മലയോര പ്രദേശമായ കണ്ണൂരും ഇടുക്കിയിലും കോട്ടയം ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങളിലും ധാരാളം മത്സ്യത്തൊഴിലാളികൾ അധിവസിക്കുന്ന എറണാകുളത്തും തിരുവനന്തപുരത്തുമുള്ള തീരപ്രദേശങ്ങളും ഇത്തരം ട്രെയിനിങ് ഉപകേന്ദ്രങ്ങൾ സ്ഥാപിക്കും. പരിവർത്തിത ക്രൈസ്തവ കോർപ്പറേഷന് കണ്ണൂർ ജില്ലയിൽ ഓഫീസുണ്ട്. കമ്മ്യൂണിറ്റി കോട്ടയിലെ സീറ്റുകളിൽ മെറിറ്റ് അടിസ്ഥാനമാക്കി പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ഗ്രാന്റ് സ്കോളർഷിപ്പുകൾ പുനഃസ്ഥാപിച്ചു നൽകും. കണ്ണൂർ സർക്കാർ മെഡിക്കൽ കോളേജിൽ 29 ഹെഡ് നഴ്സ് തസ്തികകൾ